പ്രിയപ്പെട്ടവരെ, ആപ്പിൾ തോട്ട്സിലേക്ക് സ്വാഗതം. ഗൾഫ് നാടുകളിലും നമുക്ക് ചുറ്റും ദിനേനയെന്നോണം ബിസിനസ്സുകൾ തകരുന്നതിൻ്റെയും തൊഴിലുകൾ നഷ്ടമാകുന്നതിൻ്റെയും കഥകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിലേക്ക് നയിക്കപ്പെടുന്ന കാരണങ്ങൾ സ്വാഭാവികമായും പലതാണ്. എങ്കിലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു ബിസിനസ് തകർച്ചയിലേക്കോ തൊഴിൽ നഷ്ടത്തിലേക്കോ പോകുന്നുണ്ടോ എന്ന് തീർച്ചയായും നമ്മൾ ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു. പറഞ്ഞു വരുന്നത്, കസ്റ്റമർ സർവീസ് മേഖല കൈകാര്യം ചെയ്യുന്ന ചില ആളുകളിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റം മൂലം ആ ബിസിനസ്സിന് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ ഉടമസ്ഥനും അനുഭവിക്കേണ്ടി വരുന്ന ധാരാളം മാനസികവും സാമ്പത്തികവുമായ നഷ്ടങ്ങളെക്കുറിച്ചാണ്. ഉദാഹരണത്തിന്, പ്രമുഖമായ ഒരു റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റ് തങ്ങളുടെ ബിസിനസ് ശൃംഖല വർദ്ധിപ്പിക്കുന്നതിനായി ധാരാളം പണം മുടക്കി മാർക്കറ്റിംഗ് യഥേഷ്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു കസ്റ്റമർ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ക്യാഷ് കൗണ്ടറിൽ വന്ന് ക്യാഷ് കൊടുക്കുന്ന സമയം ഈ കസ്റ്റമറുടെ മുഖത്തേക്ക് പോലും ഒരു പുഞ്ചിരിയോടെ നോക്കാതെ വളരെ ധാർഷ്ട്യം നിറഞ്ഞൊരു ഭാവത്തോടെ താനൊന്നും വന്നില്ലെങ്കിലും ഞങ്ങളുടെ ബിസിനസ്സിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല എന്ന ഒരു മനോഭാവം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഈ കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന ഒരു കാഷ്യർ മതി ഈ മുതലാളിയെയും ഈ ബിസിനസ്സിനെയും അധോഗതിയിലേക്ക് നയിക്കാൻ. പണവും എഫേർട്ടും മുടക്കി ഈ ബിസിനസ്സിനെ സ്വന്തം കുഞ്ഞിനെ പോലെ സംരക്ഷിച്ചു വരുന്ന ഒരു മുതലാളിക്ക് ഒരു പക്ഷേ ഇതറിയില്ലായിരിക്കാം. ഈ രീതിയിലുള്ള ധാരാളം നേരനുഭവങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കും വിവിധ മേഖലകളിൽ നിന്നും നേരിട്ടിട്ടുണ്ടായേക്കാം. അതുകൊണ്ട് ബിസിനസ് തകർച്ചയെക്കുറിച്ചും തൊഴിൽ നഷ്ടത്തെക്കുറിച്ചും യഥേഷ്ടം സംസാരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രവർത്തന മേഖലയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവാൻ സ്വയം തയ്യാറായില്ലെങ്കിൽ നാം ഉൾപ്പെടെ നമ്മുടെ സ്ഥാപനം അപ്പാടെ മുച്ചൂടും ഒലിച്ചു പോകുന്ന ലോക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഏത് തൊഴിൽ മേഖലകളിലുള്ളവരാണെങ്കിലും തങ്ങളുടെ മുമ്പിൽ വരുന്ന കസ്റ്റമറോട് മാന്യമായി ഇടപെടാൻ, ഒന്ന് പുഞ്ചിരിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കൂ. അല്ല എങ്കിൽ നമ്മൾ നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു, നമ്മുടെ സുഹൃത്തിൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ടു എന്നിത്യാദി മുഴുവൻ ഫ്രസ്ട്രേഷനും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മുടെ സ്ഥാപനത്തെ നിലനിർത്തുന്ന കസ്റ്റമറെ മുഷിപ്പിക്കാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മളുടെ ഒരു ചെറിയ പ്രവർത്തനത്തിലൂടെ എത്രയോ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു സ്ഥാപനമാണ് ഒന്നുമല്ലാതെ നാമാവശേഷമായി പോകുന്നത്. നമ്മൾ ഓരോരുത്തരും കാരണം ഒരു മുതലാളിക്കും ഒരു ബിസിനസ്സിനും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.